മേൽനോട്ടത്തിലുള്ളതാണെങ്കിൽ പോലും സുപ്രധാനമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഞാനിവിടെ ആദ്യത്തെ വാദമാണ് പറയുന്നത്. എന്തോ സംഭവമുണ്ട്, ബിഗ് ഗൺസ് ഉണ്ട്, വലിയ തിമിംഗലങ്ങളുണ്ട്, അവരെ പിടിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ താല്പര്യം. പക്ഷേ അങ്ങനെ ഒരു കടലാസ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ മുമ്പിൽ തെളിവുകൾ എത്തിയാലേ ആ തെളിവുകൾ അനുസരിച്ച് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പറയാം ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കൂ, തിരിച്ചു വന്നിട്ട് ഒന്നും കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം കേരള ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തത് സമൂഹത്തിൽ നിന്നല്ല, കേരള പോലീസിൽ നിന്നാണ്. കേരള പോലീസ് കേരള സർക്കാരിൻ്റെ കീഴിലാണ്. ഹൈക്കോടതി പറയുന്നതനുസരിച്ച് ഈ അന്വേഷണമൊക്കെ നടത്തി അവസാനം ഹൈക്കോടതി പറയുന്നത് പോലെ പോയി ചില പ്രധാനപ്പെട്ട ആളുകളെ, സർക്കാരിന് താല്പര്യമില്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ കേസ് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടത്? സർക്കാരിൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ? വെച്ചേക്കുമോ? ഒരൊറ്റ ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഉണ്ടായിരുന്നു. നേതൃത്വം പറഞ്ഞതെന്ന് കേട്ടിട്ട് ഗവർണറെ വരെ തടയുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ഇപ്പം എന്താ, മാതൃസ്ഥാപനമായ കോളേജിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു മനുഷ്യനില്ല കൂടെ. അപ്പോൾ മുകളിലിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ്, യഥാർത്ഥ അധികാരികൾ എങ്ങനെയാണ് എന്നതനുസരിച്ച് അന്വേഷണ സംഘം, ഉദ്യോഗസ്ഥർ എല്ലാവരും പെരുമാറും. അതൊരു പൊതുരീതിയാണ്. അതിന് കേരളത്തിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായാലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നേ. അപ്പോൾ ഞാൻ കോടതി മേൽനോട്ടം ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല.